സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് ഇന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും, അതായത് 14 ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ്. മാത്രവുമല്ല 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. അതായത് തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. ഇന്നലെ ആലപ്പുഴയിലെ 2 താലൂക്കുകളിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ജില്ലയിൽ പൂർണ്ണമായിട്ടും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 12 ജില്ലകളിൽ ഇന്ന് അവധിയാണ്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും വെള്ളപ്പാച്ചിലിനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. മഴക്കെടുതിയിൽ ഇതുവരെ സംസ്ഥാനത്ത് 11 പേർ മരണപ്പെട്ടു എന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക്. സനിസ ശോഭാചന്ദ്രൻ ഒരു പൊതുവിവരം നൽകും എന്താണ് നിലവിലെ കാലാവസ്ഥ എന്ന്. സനിസ, ഗുഡ് മോർണിംഗ്. ഇപ്പം തിരുവനന്തപുരത്ത് ഇപ്പോഴും മഴ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നു. സനിസയുടെ ഫ്രെയിം കാണുമ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പറയുന്ന അനുസരിച്ച് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും സനിസ? സേതു, ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. എല്ലാ ജില്ലകളിലും, മുഴുവൻ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും വടക്കൻ കേരളത്തിലായിരിക്കും മഴ കനക്കുക. കാരണം ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളത്തിലേക്ക് നീളുന്ന തീരദേശ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനവും അതുപോലെ തന്നെ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനവും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് വടക്കൻ കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പൊതുവെ തന്നെ ഈ മലയോര മേഖലകളിൽ, വിവിധ ജില്ലകളിലെ മലയോര മേഖലകളിലാണ് മഴ കനക്കാനുള്ള സാധ്യത. കൂടാതെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഈ മലയോര മേഖലകളിൽ മഴ പെയ്യുന്നതിനനുസരിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലാവാനുള്ള സാധ്യതയുമുണ്ട്. മലവെള്ളപ്പാച്ചിലിനും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും, ഒരു നേരിയ രീതിയിലെങ്കിലും ഒരു ഒഴിവുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ യെല്ലോ അലേർട്ട് നൽകുന്നതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഒരു ചെറിയ രീതിയിൽ മഴ കുറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ അലേർട്ടുകളിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. കൂടാതെ തന്നെ നാളെ മഴ മുന്നറിയിപ്പ് ഒന്നും നൽകിയിട്ടില്ല. അപ്പോൾ നിലവിൽ മഴ മുന്നറിയിപ്പ് ഒന്നും നൽകാത്ത സ്ഥിതിക്ക് നമുക്ക് നാളെ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്നലെ രാത്രിയും മഴയുണ്ടായിരുന്നു, ഇപ്പോഴും മഴയുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഈ മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്ന സാഹചര്യം കൂടിയുണ്ട്. മഴയും കാറ്റും ശക്തമായ സാഹചര്യമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡാമുകളിലും നദികളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. അതിനരികിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം. കൂടാതെ തന്നെ ഈ കടലാക്രമണം രൂക്ഷമായിട്ടുള്ള സാഹചര്യമാണ്. ഉയർന്ന തിരമാലയുണ്ട്. മത്സ്യബന്ധനത്തിന് ഒരു കാരണവശാലും പോകാൻ പാടില്ല. എന്തായാലും ഈ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലിനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണം. ഇതിനോടകം തന്നെ 11 ജീവനുകൾ പൊലിഞ്ഞു കഴിഞ്ഞു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5000-ലധികം പേർ ഇപ്പോൾ 5000-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണം. തദ്ദേശ സ്വയംഭരണ വകുപ്പൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പൊതുജനങ്ങൾ അതേപടി അനുസരിക്കേണ്ട ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. സേതു.